welcome to EduPod. So guys, നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന ഒരു NMMസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഭാഗം ഡിസ്കസ് ചെയ്യാൻ പോവാണ്. നിങ്ങൾ കുറേ പേർക്ക് അറിയായിരിക്കും നമ്മൾ പ്രതിരോധങ്ങൾ പല രീതിയിൽ ഒരു സർക്യൂട്ടിൽ വെച്ചിട്ട് എങ്ങനെയാണ് അതിൻ്റെ സഫല പ്രതിരോധം കാണുന്നത് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നതെന്ന് നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും നമുക്ക് രണ്ട് രീതിയിലുള്ള കോമ്പിനേഷനാണ് ഉള്ളത്. ഒന്ന് സീരീസ്, ഒന്ന് പാരലൽ, അല്ലെങ്കിൽ ശ്രേണി സർക്യൂട്ടും സമാന്തര സർക്യൂട്ടും. എടാ നമുക്ക് ഇതിൻ്റെ തിയറി ഒന്ന് ചെറുതായിട്ട് പറഞ്ഞിട്ട് അതിനെ ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്താലോ? നോക്ക് എടാ, സീരീസ് കോമ്പിനേഷൻ അഥവാ ശ്രേണി സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഈ റെസിസ്റ്റേഴ്സിന് ഈ രീതിയിൽ അടുപ്പിച്ചടുപ്പിച്ച് ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് എന്ന രീതിയിലായിരിക്കും നമ്മൾ ഒരു സർക്യൂട്ടിൽ വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു സർക്യൂട്ടിൽ നമ്മൾ ആർ എഫക്റ്റീവ് കാണുന്നത് ഒന്നുമില്ല, ആ തന്നിരിക്കുന്ന റെസിസ്റ്ററുകളുടെ റെസിസ്റ്റൻസിന്റെ വാല്യൂസ് ആഡ് ചെയ്താൽ മതി. R1+, R2+, R3 സഫല പ്രതിരോധം എന്ന് പറയുന്ന ഓരോ പ്രതിരോധത്തിന്റെ വാല്യൂയും കൂടി ആഡ് ചെയ്യുന്ന തുക കണ്ടെത്തിയാൽ മാത്രം മതി. ഇനി വേറൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ നമ്മളിങ്ങനെ പാരലായിട്ടാണ് റെസിസ്റ്റേഴ്സിനെ വെച്ചത് എങ്കിൽ, സമാന്തരമായിട്ടാണ് റെസിസ്റ്റേഴ്സിനെ വെച്ചെങ്കിൽ അവിടെ ആർ എഫക്റ്റീവ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കാണാൻ വേണ്ടി 1/R എഫക്റ്റീവ് ഈക്വൽ ടു ഓരോന്നിൻ്റെയും വാല്യൂ ഇതുപോലെ 1/R1+, 1/R2+, 1/R3 ചെയ്താൽ മതി അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളോട് ഞാൻ ക്വസ്റ്റ്യനിലോട്ട് കടന്നു പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം എനിക്ക് പറയാണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് ശ്രദ്ധിച്ചോ, ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നാൽ എന്താണ്? പാരലൽ ആണല്ലേ കോമ്പിനേഷൻ? യെസ്. ഈ പാരലൽ ആയിട്ടുള്ള വന്നിട്ടുള്ള ആള് വേറൊരാളെ കൂടെ വന്നാൽ ഇയാള് ഇതിനോട് സീരീസിലാന്ന് എനിക്ക് പറഞ്ഞൂടെ? ഇവിടെ തന്നിരിക്കുന്ന പാരലൽ ആയിട്ടുള്ള റെസിസ്റ്ററുകളുടെ ഒരു വാല്യൂ എനിക്ക് കിട്ടും. ആ വാല്യൂ ആൻഡ് ഇവിടെ നിന്നുള്ള വാല്യൂ, ഈ രണ്ടാൾക്കാരും സീരീസിലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ്? ഇവിടെ സമാന്തര സർക്യൂട്ടും പിന്നെന്താണ് ഈ രണ്ടാൾക്കാര് ശ്രേണി സർക്യൂട്ടിലും ആവുന്നത്. ഇതുപോലെ തന്നെ ശ്രദ്ധിച്ചോ. ഇങ്ങനെ ഇതെന്താണ്? ശ്രേണിയാണ് അല്ലേ, സീരീസ് ആണ്. ഈ സീരീസും വേറൊരു സീരീസും കൂടി പാരലൽ ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം ഈ സീരീസിന്റെ വാല്യൂം സെപ്പറേറ്റ് കണ്ടെത്തിയിട്ട് ഇവിടെയും കിട്ടുന്ന സെപ്പറേറ്റ് വാല്യൂ നമ്മൾ സമാന്തരമാക്കി എടുക്കും. ഒന്നുമില്ല ഈ പറഞ്ഞ ചിത്രത്തിന് ഞാൻ ആദ്യം ഈ സർക്കിളിലെ വാല്യൂ കണ്ടെത്തിയതിന് ശേഷം വരക്കും എന്തുണ്ടാവും? ശ്രദ്ധിച്ചോ ഞാൻ വേറൊരു കളർ വരക്കാം. അതായത് ഞാൻ ആദ്യം ഇങ്ങനെ എനിക്കൊരു സർക്യൂട്ട് കിട്ടിയാൽ ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള ആളെ വാല്യൂ കണ്ടെത്തിയിട്ട് ഇഫക്റ്റീവ് എനിക്ക് കണ്ടെത്തിക്കൂടെ? ഇതിൻ്റെ ഉള്ളിലുള്ള ആളെ വാല്യൂ എനിക്ക് കണ്ടെത്തിക്കൂടെ? 1/R1+, 1/R2 വെച്ചിട്ട് ആർ എഫക്റ്റീവ് കണ്ടെത്തി. എനിക്ക് ആർ എഫക്റ്റീവ് കിട്ടി. അയാളെ ഞാൻ ഇങ്ങനെ വരച്ചിട്ട് അടുത്ത ആളെ ആസ് സച്ച് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വരക്കും. ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ ഈ രണ്ടാൾക്കാരും സീരീസിലാണ്. അതുപോലെ ഞാൻ ഇവിടെ കിട്ടിയിരിക്കുന്ന ആളെ ഞാൻ സെപ്പറേറ്റ് എടുത്ത് വരച്ചു. ഇവിടെ കിട്ടിയിരിക്കുന്ന R1+, R2 വെച്ചിട്ട് എനിക്ക് ഇവിടുത്തെ ആർ എഫക്റ്റീവ് കിട്ടും. ആ ആർ എഫക്റ്റീവിന്റെ വാല്യൂ ആയിരിക്കും ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ കിട്ടുന്ന ആർ എഫക്റ്റീവിന്റെ വാല്യൂ സെപ്പറേറ്റ് എടുത്തിട്ട് അവിടെ വേറെ ആർ എഫക്റ്റീവ് കിട്ടും. ആൻഡ് ഇതിൻ്റെയും പാരലായിട്ടുള്ള സർക്യൂട്ടിന്റെ വാല്യൂ ഞാൻ കാണും. പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പേടിക്കേണ്ട, നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോളും. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. The resistance of each resistor in the circuit is 2 ohm. In which of the following circuit is the effective resistance? 2 ohm. അതായത് ഓരോ റെസിസ്റ്ററിന്റെയും പ്രതിരോധം 2 ohm ആണ് എങ്കിൽ താഴെ കൊടുത്തവയിൽ ഏത് സർക്യൂട്ടിലാണ് സഫല പ്രതിരോധം 2 വരുന്നത്? അതായത് ഈ ചോദ്യത്തിൽ പല രീതിയിലുള്ള സർക്യൂട്ടുകൾ നമുക്ക് കാണാം അല്ലേ? ഈ ചോദ്യത്തിലുള്ള എല്ലാ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആ. അപ്പൊ ഇതിന്റെയും 2 ആ, ഇതിന്റെയും 2 ആ, പിന്നെന്താ ഇതും 2 ആണ്, ഇതും 2 ആണ്, അങ്ങനെ എല്ലാത്തിന്റെയും 2 ആണെന്നാണ് ആദ്യം തന്നിരിക്കുന്ന ആ ഒരു ഇൻഫർമേഷൻ. എല്ലാ റെസിസ്റ്ററുകളുടെയും റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആണ്. എന്നാൽ എല്ലാത്തിന്റെയും കോമ്പിനേഷന്റെ കിട്ടുന്ന സഫല പ്രതിരോധം വേറെയാണ്. ഇതിൽ ഏതോ ഒന്നിൻ്റെത് മാത്രമാണ് ആർ എഫക്റ്റീവ് നമുക്ക് 2 കിട്ടുന്നത്. എല്ലാത്തിൻ്റെയും ഒന്ന് നോക്കിയാലോ നമുക്കപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ നിന്ന് ഓപ്ഷൻ എയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഓരോ റെസിസ്റ്ററിൻ്റെയും വാല്യൂ റെസിസ്റ്റൻസിന്റെ വാല്യൂ 2 ആണ്. ഇത് മുഴുവൻ ഒരു സീരീസ് സർക്യൂട്ടാണ്. ഇതിന്റെ സഫല പ്രതിരോധം അല്ലെങ്കിൽ ആർ എഫക്റ്റീവ് ജസ്റ്റ് R1+, R2+, R3+, R4. ആർ എഫക്റ്റീവ് ഈ കേസിലുള്ള ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് R1+, R2+, R3+, R4
എടാ R1ഉം R2ഉം R3ഉം R4ഉം ഒക്കെ 2 അല്ലേ? എല്ലാം ആഡ് ചെയ്യുക. അപ്പം എനിക്ക് എന്ത് കിട്ടും? 2 + 2 + 2 + 2 4 ohm എന്നായിരിക്കും എനിക്ക് കിട്ടുക. സോറി 8 ohm എന്നാണ് കിട്ടുക. കാരണം ഞാൻ 8 വട്ടം ആഡ് ചെയ്യണ്ടല്ലേ. അള 4 + 4 8 ohm. എന്താണ്? 8 ohm ആണ് ഇവിടുത്തെ ഉത്തരം. ഒന്നുമില്ല ഇതിന്റെ തുക. കാരണം എന്താ? എല്ലാം സീരീസാണ്. എല്ലാം സീരീസിലാണുള്ളത്, ശ്രേണിയിലാണുള്ളത്. അടുത്തെന്താ? ഇവിടെ തന്നിരിക്കുന്ന 4 ആൾക്കാരും പാരലൽ ആയിട്ടാണുള്ളത്, സമാന്തരമായിട്ടാണുള്ളത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും വാല്യൂ എന്തായിരുന്നു? 2 ആയിരുന്നു അല്ലേ? 2 ആണ്. ഇതിന്റെ R effective കാണാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? 1/R effective equal to അല്ലേ 1/R1 + 1/R2 + 1/R3 + 1/R4. പ്രശ്നമുണ്ടോ? പ്രശ്നം ഉണ്ടാവരുത്. കാരണം അത് നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ്. കാരണം ഇനി റെസിസ്റ്ററുകൾ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഈ ടേംസ് കൂടി പോകുന്നേ ഉള്ളൂ. ഒന്നും പ്രശ്നമില്ല. യെസ്, അപ്പൊ ഞാൻ കാണാൻ പോവാണ് 1/R effective equal to 1/R effective equal to എല്ലാത്തിൻ്റെയും വാല്യൂ എന്താണ്? R1, R2, R3, R4 ഒക്കെ വാല്യൂ എന്താ? 2. അപ്പോൾ 1/2 + 1/2 + 1/2 + 1/2 എനിക്ക് എന്ത് കിട്ടും? 4 വട്ടം ആഡ് ചെയ്ത് 4/2 കിട്ടൂലേ? 4/2 കിട്ടും. ഇതിന്റെ അർത്ഥം എന്താ? 1/R effective ആണ് എനിക്ക് എന്ത് കിട്ടിയത്? 4/2 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ R effectiveന്റെ വാല്യൂ എന്താടാ? യെസ്, ഞാൻ ഇങ്ങനെ എഴുതട്ടെ. R effectiveന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് തലതിരിച്ചിട്ടാ പോരെ. അപ്പൊ ഇവിടെയും തലതിരിക്കണ്ടേ? 2/4. യെസ്, അതാണ് 2/4. 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/2. 1/2 എന്ന് പറഞ്ഞാൽ എന്താ? പകുതി 0.5 ohm ആണ് ഇവിടുത്തെ ഉത്തരം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിന്റെ R effective 8 ohm ആണ്. ഇതിന്റെ R effective 0.5 ohm ആണ്. നമ്മുടെ ചോദ്യത്തിൽ എന്താ? ഏത് സർക്യൂട്ടിനാണ് R effective 2 വരുന്നത് എന്നല്ലേ ചോദ്യം. അപ്പോൾ ഓപ്ഷൻ എയും ബിയും അല്ല നമുക്ക് മനസ്സിലായി അല്ലേ? ഓപ്ഷൻ എയും ബിയും അല്ല ഉത്തരം എന്ന് നമുക്ക് മനസ്സിലായി. ഇതുമല്ല ഉത്തരം. അപ്പൊ സിയോ ഡിയോ ആയിരിക്കും. നോക്കാം ആരാണെന്ന്. യെസ്, അഗെയിൻ ഇവിടെ എന്താ? 2 2 2 2 എല്ലാത്തിൻ്റെയും 2 ആ. ഇവിടെ ചെറിയ ട്വിസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ സാധനം, ആ ട്വിസ്റ്റ് മനസ്സിലാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്നോ? ഇവിടെ എന്താണ്? ഒരു സമാന്തരമായിട്ടുള്ള സർക്യൂട്ട് നമുക്ക് കാണാം, ശ്രേണിയുള്ള സർക്യൂട്ടും. അതിന്റെ രണ്ടിന്റെയും കോമ്പിനേഷനാണ് കാണുന്നത്. എടാ എനിക്ക് അറിയുന്ന ഇയാളെ വാല്യൂ ആദ്യം കണ്ടൂടെ? അപ്പൊ ഞാൻ ഇതിന്റെ R effectiveനെ ഞാൻ പറയാൻ പോവാണ് RA effective എന്ന് കേട്ടോ. ഇതിന്റെ R effectiveനെ ഞാൻ RA effective എന്ന് പറയാൻ പോവാണ്. സോ ഇതെന്താ? സമാന്തരമാണ്. ഇതോ ശ്രേണിയിലാണ്. ഓക്കെ, ഇത് ശ്രേണിയിലാണ്. പ്രശ്നമല്ലല്ലോ. ഈ ശ്രേണിയിലുള്ള ആളെ ഞാൻ RB effective എന്ന് പറയാൻ പോവാ. അപ്പൊ ഞാൻ ആദ്യം RA effective കാണാൻ പോവാ. RA effective ഞാൻ കാണാൻ പോവാ. RA effective എന്തായിരിക്കും? ഇത് പാരലൽ അല്ല ഉള്ളത്. പാരലൽ ഉള്ള ആളെ ഞാൻ എങ്ങനെ കണ്ടത്? 1/R effective എനിക്ക് കാണാൻ പറ്റുക. യെസ്, അപ്പൊ 1/RA effective equal to 1/R1 + 1/R2. R1ഉം R2 എന്താ? R1ഉം R2ഉം 2 ആണ് ഇവിടെ. അപ്പോ 1/2 + 1/2 എനിക്ക് എന്ത് കിട്ടും? 2/2 കിട്ടും. അപ്പൊ നോക്കിയേ എടാ, 1/RA effective അല്ലേ? എന്താ? 2/2. അപ്പൊ R effective എന്താ? തലതിരിച്ചിട്ടാൽ എന്താ? 2/2 equal to 1 ohm. ഈ ഭാഗത്തിൻ്റെത് മാത്രം 1 ohm ആണ്. ആ ഭാഗം മാത്രം ഞാൻ തിരുത്തി വരയ്ക്കുകയാണ് 1 ohm എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ഭാഗം മുഴുവൻ ഞാൻ തിരുത്തി വരച്ചു 1 ohm എന്ന്. അതപ്പോൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ഞാൻ RB effective കാണാൻ പോവാ. യെസ്, ഇത് കഴിഞ്ഞു. ഇനി എന്താണ്? RB effective കാണാൻ പോവാ. RB effective ഇവിടെ എന്താ? സിമ്പിൾ അല്ലേ? ഇത് രണ്ടും എന്താ? സീരീസിലല്ലേ ഉള്ളത്. ഈ വട്ടത്തിലുള്ള ആൾക്കാർ സീരീസിലല്ലേ ഉള്ളത്. അപ്പോൾ RB effective കാണാൻ വേണ്ടിയിട്ട് ഞാൻ R1 + R2 എന്ന് മാത്രം ചെയ്താൽ പോരെ? അപ്പൊ എന്താ? 2 + 2 4 ohm. ഇനി ആ കിട്ടിയിരിക്കുന്ന RB effectiveനെ ഞാൻ ഇവിടെ തിരുത്തി വരയ്ക്കാൻ പോവാ 4 ohm എന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ഈ സർക്യൂട്ടിന്റെ ഫൈനൽ ആയിട്ടുള്ള R effective കാണാൻ വേണ്ടിയിട്ട് അതിന് രണ്ടിനെയും കോമ്പിനേഷൻ ഇപ്പം എന്താ? ലാസ്റ്റ് ആയത് സീരീസ് അല്ലേ? അപ്പൊ എനിക്ക് എന്താ? RA effective + RB effective ചെയ്താൽ പോരെ? ഇതെന്താ? RA effective. ഇതോ RB effective. ഇത് രണ്ടും സീരീസിലാ, ശ്രേണിയിലാ. അപ്പൊ അതാണ് നമ്മുടെ ഫൈനൽ R effective. അപ്പോ ഫൈനൽ R effective എന്താടാ? RA effective + RB effective. അതെന്താടാ? 1 + 4 5 ohm ആണ്. ഓപ്ഷൻ സിന്റെ ആൻസർ. അപ്പൊ ഓപ്ഷൻ എ അല്ല, ബി അല്ല, സിയും അല്ല. കാരണം നമുക്ക് കിട്ടേണ്ട R effective എന്താ? 2 ആണ്. ഇങ്ങനെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് വേണേൽ ക്വസ്റ്റ്യൻ നിർത്തിയിട്ട് ഓക്കെ എയും ബിയും സിയും അല്ല, അതുകൊണ്ട് ഡി ആണ് ഉത്തരം എന്ന് പറഞ്ഞ് എഴുതാം.
പക്ഷേ നിങ്ങൾ മുകളിൽ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഡിയും കൂടി ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഡിയും കൂടി ചെയ്ത് നോക്കിയാലോ? യെസ്, ഡി ചെയ്ത് നോക്കാൻ ആക്ച്വലി ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പേജിൽ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോ, ഞാൻ ഡി വീണ്ടും എടുത്ത് വരയ്ക്കാൻ പോവാട്ടോ. ഡി ഞാൻ വീണ്ടും എടുത്ത് വരയ്ക്കാൻ പോവാണ്. ഡി എങ്ങനെയായിരുന്നു? യെസ്, ഇങ്ങനെ ഒരു 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 ശ്രേണി സർക്യൂട്ടും ഉണ്ട്, പിന്നെ വേറൊരു ശ്രേണി സർക്യൂട്ടും. ഇത് രണ്ടും എന്താണ്? ഈ സീരീസും പാരലായിട്ടാണുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? അഗെയിൻ എനിക്ക് അറിയുന്ന ഭാഗങ്ങളെ ഞാനൊരു കൂട്ടമാക്കി എടുത്തിട്ട് അവരെ കാണാം. എനിക്കിതാ ഇയാളത് കാണാൻ അറിയാം, ഇതെന്താ സീരീസാ. അപ്പം ഇത് ഞാൻ എന്താ RA ഇഫക്റ്റീവ് ഇവിടെ കാണാൻ പോവാ. ഇതും എന്താണ്? സീരീസാണ്. ഇയാളത് ഞാൻ എന്താ RB ഇഫക്റ്റീവും കാണാൻ പോവാണ്. ഓക്കെ, പ്രശ്നമല്ല. ഇവരിതൊക്കെ എന്താ 2 ആട്ടോ വാല്യൂ, എല്ലാവരും 2 ആ വാല്യൂ. അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. യെസ്, ഇനി നോക്കിക്കോ, RA ഇഫക്റ്റീവ് എന്താ? RA ഇഫക്റ്റീവ് എന്താ? സീരീസ് അല്ലേ. R1 പ്ലസ് R2 ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 + 2 4 ഓം. ഈ തന്നിരിക്കുന്ന ആളെ ഞാൻ പുതുതായിട്ടൊന്ന് മാറ്റി വരയ്ക്കുക, 4 ഓം എന്ന് പറഞ്ഞിട്ട്. യെസ്, പുതുതായിട്ടൊന്ന് മാറ്റി വെച്ചു. ഇനി ഇയാളത് RB ഇഫക്റ്റീവ്. അഗെയിൻ RB ഇഫക്റ്റീവ് എന്താടാ? ഇതും സീരീസിലല്ലേ, ശ്രേണിയിലല്ലേ, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ R1 പ്ലസ് R2 എന്ന് ചെയ്യുന്നു, എന്താണ്? 2 + 2 4 ഓം എന്ന് കിട്ടും. പ്രശ്നമല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? എടാ, ഈ ഭാഗവും ഞാൻ മാറ്റി വരയ്ക്കാൻ പോവാ. ഇപ്പൊ നോക്കടാ, ഈ RA ഇഫക്റ്റീവും RB ഇഫക്റ്റീവും പാരലായിട്ടല്ലേ നിൽക്കുന്നത്. ഇനി എന്താ, എനിക്ക് ഈ RA ഇഫക്റ്റീവിന്റെയും RB ഇഫക്റ്റീവിന്റെയും എന്താണ് പാരലായിട്ടുള്ള ആ ഒരു ഇക്വേഷൻ കൊടുത്താൽ മതി എനിക്ക് ആകെയുള്ള സർക്യൂട്ടിന്റെ സഫല പ്രതിരോധം അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനൽ R ഇഫക്റ്റീവ് ഞാൻ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? എനിക്ക് വെറുതെ അങ്ങോട്ട് ആഡ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഫൈനലായിട്ടുള്ള ആൾക്കാർ പാരലായിട്ടുള്ളത്. ആ പാരലായിട്ടുള്ള ആളുടെ വാല്യൂ ഞാൻ എങ്ങനെ കാണുന്നത്? 1/R ഫൈനൽ ഇഫക്റ്റീവ്. ഈ ഒരു രീതിയിൽ ചെയ്യണം. അപ്പോൾ എന്താണ്? 1/RA ഇഫക്റ്റീവ് 1/RA ഇഫക്റ്റീവ് പ്ലസ് 1/RB ഇഫക്റ്റീവ്. ഇപ്പം എന്താണ്? 1/RA ഇഫക്റ്റീവ് എന്താ? 4. 1/RB ഇഫക്റ്റീവ് എന്താ? 4. അപ്പോൾ 1/4 പ്ലസ് 1/4 1/4 പ്ലസ് 1/4 എന്താ? 2/4. ഇതെന്താണ്? 2/4. ഈ 2/4 എന്ന് പറഞ്ഞാൽ എന്താ? 1/R ഫൈനൽ ഇഫക്റ്റീവ് അല്ലേ? അപ്പം എനിക്ക് R ഫൈനൽ ഇഫക്റ്റീവിനെ കാണാൻ വേണ്ടിയിട്ട് തല തിരിച്ചാൽ പോരെ? യെസ്, തല തിരിച്ചാൽ മതി. അങ്ങനെയാണ് ഞാൻ മഞ്ഞ കളറിൽ എഴുതട്ടെ. മഞ്ഞ കളറിൽ ഞാൻ എഴുതുന്നു R ഫൈനൽ ഇഫക്റ്റീവ് എന്ന് പറയുന്നത് തല തിരിച്ചു 4/2. 4/2 എന്താടാ? 2 ഓം. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? R ഇഫക്റ്റീവ് 2 ഓം കിട്ടുന്ന സർക്യൂട്ടിനെ കണ്ടെത്താൻ വേണ്ടി. കണ്ടെത്തിയില്ലേ? ഏതാണ്? ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഇരുന്ന് ചെയ്യേണ്ട. നമ്മളിതാ ഇവിടെ നേരെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഇത് എല്ലാം ശ്രേണിയാണ്. അപ്പോൾ എല്ലാം ആഡ് ചെയ്തു. 2 + 2 + 2 + 2 8 ഓം. അപ്പോൾ ഇതല്ല ഉത്തരം. ഇനി എന്താ? ഇത് നോക്കുമ്പോൾ 1/2 + 1/2 + 1/2 എന്താ കിട്ടുക? അത് നമുക്ക് 4/2 എന്ന് കിട്ടും. ഇനി അതിനെ തല തിരിച്ചെഴുതണം അല്ലേ? അത് തല തിരിച്ചെഴുതുമ്പോൾ എനിക്ക് 2/4 എന്ന് കിട്ടും. 2/4 0.5 എന്ന് എഴുതാം. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഇവിടെ തന്നെ കുത്തി വരച്ച് എഴുതാമെന്ന് പറയാം, വേറെ വരച്ച് ടൈം പോക്കണ്ട എന്നുള്ള രീതിയിൽ. അഗെയിൻ ഇങ്ങനെ കിട്ടുമ്പോൾ എന്താ ഞാൻ നോക്കേണ്ടത്? ഈ ഭാഗവും എനിക്ക് വേറെ റെസിസ്റ്ററാക്കി മാറ്റാം. ഇതിൻ്റെത് ഞാൻ കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതും, ഇതിൻ്റെ ഞാൻ കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതും. അതല്ല ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എനിക്ക് അവസാനം കിട്ടിയ ആൾക്കാർ രണ്ടും ആഡ് ചെയ്ത് അവസാനം കിട്ടിയ ഒരു ഇഫക്റ്റീവ് സർക്യൂട്ട്, സഫലമായിട്ടുള്ളൊരു പുതിയ സർക്യൂട്ട് ഞാൻ ഉണ്ടാക്കി. അതുപോലെ ഇവിടെ എന്താ ചെയ്തത്? ഇയാളത് കണ്ടെത്തിയിട്ട് ഞാൻ ഇവിടെ ഒരു പുതിയ റെസിസ്റ്റൻസും ഇയാളത് കണ്ടെത്തിയിട്ട് ഞാനൊരു പുതിയ റെസിസ്റ്റൻസും എടുത്തിട്ട് അതിൻ്റെ പുതിയൊരു സർക്യൂട്ട് ഞാൻ ഒരു പുതിയ സമാന്തര സർക്യൂട്ടാക്കി മാറ്റി. ഈ രീതിയിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്ത് ഉത്തരം D എന്ന് കണ്ടെത്താം. സോ ഗൈസ്, പേടിക്കേണ്ട. ഇതും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ഇനിയും എന്താണ് നമ്മളെ ആപ്പിലൊക്കെ ഉണ്ട്. സോ ജോയിൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.